ഹലോ ഗായ്സ്, ഇഷ്ടം പോലെ തോരപ്പയറുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത്. ഉണ്ടല്ലേ സൈഡിൽ, അപ്പുറത്തെ സൈഡിലും എന്താ ഒക്കെ നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. ഉണ്ടാ എനിക്ക് ഇതൊക്കെ നന്നായിട്ട് പൂത്ത് വന്നു മൂപ്പായിട്ടുണ്ട് അതിൻ്റെ തുവരപ്പയറൊക്കെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടല്ലേ നല്ല ഒരു ഇതിൽ തന്നെ നിറച്ചുണ്ട്. അപ്പോൾ ഒരുപാട് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, പകുതി മുക്കാലും അങ്ങനെ പശുക്കൾ ഇങ്ങനെ താഴ്ന്നു നിൽക്കണതിന് പശുക്കൾ തിന്നു. പിന്നെയും തിന്നതെന്ന് പിന്നെയും അവച്ച് വന്നതാണ് കേട്ടോ. ഇതൊക്കെ കണ്ട, ഇതൊക്കെ അങ്ങനെ പശുക്കൾ തല ഒന്നിച്ച് വലിച്ച് ഇങ്ങനെ ഒടിച്ച കാരണമൊക്കെയാണ് ഇങ്ങനെ കരിഞ്ഞു പോയിരിക്കുന്നത്. അത്രയും ഉണ്ടായിരുന്നു. പിന്നെയും അതിന്നുള്ളതൊക്കെ വന്നിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. അപ്പോൾ അത് നിറച്ചുണ്ട് ചുറ്റും, ഇങ്ങനെ ചുറ്റും നിറയെ തുവരപ്പയറുണ്ട്. അത് ഞാനിങ്ങനെ ഉണ്ടോ നിറച്ചുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളും കളക്ട് ചെയ്യാം. അപ്പോൾ അത് ഞാനിത് നോക്ക്, അത് വലിച്ചിട്ട് എൻ്റെ കയ്യിൽ കണ്ട ഒരു കറുത്ത കറ പോലത്തെ സംഭവമായിട്ടുണ്ട്. ഇനിയും ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പറിക്കാൻ കഴിയൂല, കാരണം ആവശ്യത്തിനുള്ളത് പറിച്ചാലേ നമുക്ക്, ഞാനിത് ഈ ചാക്കിൽ കൊട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ഇതൊക്കെ തൊലിച്ച് കറി വയ്ക്കാനുള്ളത് തൊലിക്കാൻ തന്നെ ഒരുപാട് നേരം എടുക്കും. ഞാനിത്തിരി ഇങ്ങനെയുള്ള പച്ചക്കറി നന്നാക്കണതിലൊക്കെ സ്പീഡ് കുറവാണ്. അപ്പോൾ ഒരുപാട് പറിച്ച് വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്, ഉണ്ടല്ലേ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. കുറേ ഉണക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തായാലും നിന്ന് കഴിഞ്ഞാൽ പൊട്ടി കേടുവന്ന് പോവും. അപ്പോൾ ഒരുപാട് ഉണങ്ങിയിട്ടില്ല, എന്നാൽ നമുക്ക് കറി വയ്ക്കുമ്പോഴൊക്കെ ഇടാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മാറ്റി വയ്ക്കും. തൊലിക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ടുണ്ടെങ്കിൽ. ബാക്കിയൊക്കെ ഒരുവിധം ഇടയ്ക്ക് ഓരോ മൂക്കാത്തതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നല്ല മൂത്ത് പയർ നന്നായി പാകമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ ഉണങ്ങുന്നതിന് മുമ്പ് പറിച്ച് കറി വയ്ക്കണം കേട്ടോ. അപ്പോൾ പച്ചത്തോവര, ഉണക്കത്തോവര, നമ്മൾ ഉണങ്ങിയ തോവര തൊണ്ടൊന്നും ഇല്ലാണ്ട് കടയിൽ നിന്ന് മേടിച്ചിട്ട് പുളിങ്കറി വെക്കാറുണ്ട്. ഞങ്ങൾ പാലക്കാട്ടുകാർ പുളിങ്കറി വയ്ക്കുന്നതിൽ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ ഈ പച്ചത്തോവരയും കൊണ്ട് ഞാനിതുവരെ അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ എന്താണ് പച്ചത്തോവരയും കൊണ്ട്, എന്താണ് തുവരപ്പയരും കൊണ്ട് എങ്ങനെ കറി വയ്ക്കുക, എന്ത് കറിയാണ് വയ്ക്കുക, പുളിങ്കറി അല്ലാണ്ട് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പച്ചത്തോവരയൊക്കെ മേടിച്ച് കറി വയ്ക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ.